ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്നതിനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സിനെ കുറിച്ചാണ്. പ്രോപ്പർട്ടി അഥവാ ഭൂമി മെഷർ ചെയ്യുന്നതിന് മെയിനായിട്ട് 3 മെഷർമെൻറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 സെൻറ്റ്, 2 സ്ക്വയർ ഫീറ്റ്, 3 ഏക്കർ. അപ്പോൾ ഈ 3ഉം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. സോ 1 സെൻറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റ് ഈസ് ഈക്വൽ ടു 435.56 സ്ക്വയർ ഫീറ്റാണ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി 1 ഏക്കർ എന്ന് പറയുന്നത് 1 ഏക്കർ ഇസ് ഈക്വൽ ടു 100 സെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള 3 മെഷർമെൻറ്റ്സ്. സോ പലർക്കും വരുന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത്, നമുക്ക് എത്ര എത്ര സെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാലാണ് അവിടെ ഒരു ബിൽഡിങ് വീടൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു വീടിനെ കുറിച്ച് ഓരോരുത്തരുടെയും കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഒരു വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചും അതുപോലെ നമ്മൾ എത്രത്തോളം ആ വീട് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഓരോ രീതി അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റാണ് വീടിന്. സോ നമ്മുടെ പ്രോപ്പർട്ടിയിലും ബഡ്ജറ്റിലും ഒതുങ്ങുന്ന ഒരു വീടായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മുടെ പ്രോപ്പർട്ടി എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു വെൽ ആയിട്ടുള്ള നല്ലൊരു പ്ലാന് ആദ്യം തയ്യാറാക്കണം. 1 സെൻറ്റ് ഭൂമി നമ്മുടെ അടുത്ത് ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു പ്ലാന് തയ്യാറാക്കുക. ആവശ്യമായിട്ടുള്ള സെറ്റ് ബാക്ക് ഒരു ബിൽഡിങ്ങും നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും അതുപോലെ സൈഡിലൊക്കെ ഓരോ നിശ്ചിതമായിട്ടുള്ള റൂൾസ് അനുസരിച്ച് നമ്മൾ ഇത്ര മിനിമം സ്പേസ് വിടണം എന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മുടെ ഫെസിലിറ്റീസൊക്കെ വരുന്ന രീതിയിൽ ഒരു വീട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നൊരു ഓപ്ഷനാണ് കൂടുതൽ ഫ്ലോറുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ തന്നെ ഒരു ഫസ്റ്റ് ഫ്ലോർ കൂടി ഉണ്ടാക്കിയാൽ കൂടുതൽ സൗകര്യം ഉണ്ടാകും. അപ്പോൾ താഴെ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിലേക്ക്, അതായത് ഒരു ഫസ്റ്റ് ഫ്ലോർ കൂടെ ഉണ്ടാക്കുക. അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. സോ 2 സ്റ്റോറി ബിൽഡിംഗ് ആയിരിക്കുമ്പോൾ കൂടുതൽ റൂമും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കൂടുതൽ മുറ്റം കൂടുതൽ വേണമെന്നുള്ളവർക്കും ഈ ഒരു ഓപ്ഷന് ചൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ എത്രയാണ് പറയാനുള്ളത്. നമ്മളെ അടുത്ത് എത്രയാണോ പ്രോപ്പർട്ടി ഉള്ളത് അതിനനുസരിച്ചുള്ള ഒരു പ്ലാന് ഡിസൈൻ ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണം ഒരു വീട് അല്ലെങ്കിൽ മറ്റു ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയും.